പഴയ ഓർമ്മകളുടെ കനത്ത ഭാരം ഡങ്കിന്റെ മനസ്സിൽ ഒരു ഇരുണ്ട കാർമേഘം പോലെ എപ്പോഴും തങ്ങിനിൽക്കുകയായിരുന്നു, പ്രത്യേകിച്ച് തന്റെ പഴയ ഗുരുവായ പെന്നിട്രിയിലെ സേർ ആർലാനിന്റെ ഓർമ്മകൾ. പ്രഭാതത്തിലെ മഞ്ഞുവീണ കാട്ടിൽ തികച്ചും സ്വാഭാവികമായ രീതിയിൽ മൂത്രമൊഴിച്ചു നിൽക്കുന്ന അർലന്റെ രൂപം ഒരുപക്ഷെ കാഴ്ചക്കാർക്കത്ര മഹത്തരമായി തോന്നില്ലായിരിക്കാം. എന്നാൽ ഡങ്കിന്റെ മനസ്സിൽ ആ നിമിഷത്തിനു പോലും ഒരു വല്ലാത്ത ഗാംഭീര്യമുണ്ടായിരുന്നു. നിങ്ങൾക്ക് അദ്ദേഹത്തെ ഓർമ്മയുണ്ടാകില്ല, എന്നാൽ അദ്ദേഹം ഒരു യഥാർത്ഥ നൈറ്റായിരുന്നുവെന്ന് തന്റെ ഉള്ളിലെ നിശബ്ദതയിൽ ഡങ്ക് തന്നോട് തന്നെ പറഞ്ഞു. തണുത്ത കാറ്റിൽ മരച്ചില്ലകൾ ഉലയുമ്പോൾ യാതൊരു പരാതിയും പറയാതെ തന്റെ ജോലി മാത്രം ചെയ്തു തീർക്കുന്ന ആ പഴയ മനുഷ്യന്റെ മുഖം കൂടുതൽ വ്യക്തമായി. ഗ്രാമീണരിൽ നിന്ന് ലഭിച്ച ചെറിയ നാണയത്തുട്ടുകൾ കിലുങ്ങുന്ന ശബ്ദവും, മഴയത്തൊരു വലിയ മരത്തിന്റെ ചുവട്ടിലിരുന്ന് ഉണങ്ങിയ ഉപ്പിലിട്ട ഇറച്ചി കടിച്ചു കീറുമ്പോൾ ആഷ്ഫോർഡിലേക്ക് പോകുന്നതിനെക്കുറിച്ച് അദ്ദേഹം പാടിയ പാട്ടിന്റെ ഈണവും ആ കാടിന്റെ നിശബ്ദതയിൽ അലിഞ്ഞു ചേർന്നിരുന്നു. ആർലാൻ ഒരു മികച്ച പോരാളിയായിരുന്നില്ല, എന്നാൽ ഒരിക്കലും പിന്മാറാത്ത ഒരു പോരാട്ടവീര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ തണുത്ത മണ്ണിൽ അവരുടെ വാളുകൾ തമ്മിൽ കൂട്ടിയിടിച്ചപ്പോൾ ഉയർന്ന ശബ്ദം ആ കാടിനെയാകെ ഉണർത്തിയിരുന്നു. തന്റെ ഗുരുവിനെതിരെ പൊരുതുമ്പോൾ ചെളിയിൽ കാൽ വഴുതാതെ അയാൾ അർലനെ പരാജയപ്പെടുത്തി. ആ പഴയ ഓർമ്മകളുടെ ചൂടുമാറുന്നതിനു മുൻപ് തന്നെ യാഥാർത്ഥ്യത്തിന്റെ കഠിനമായ പകൽ വെളിച്ചത്തിലേക്ക് ഡങ്ക് തിരികെ വന്നു. ഹൗസ് ഫ്ലോറന്റിന്റെ കൂടാരത്തിൽ തുടങ്ങി, പിന്നീട് ഹൗസ് ഹേഫോർഡിനോട്, അതിനുശേഷം ഹൗസ് ടൈറലിനോട് എന്നിങ്ങനെ ഓരോരുത്തരുടെയും മുന്നിൽ ചെന്ന് തന്റെ പഴയ ഗുരുവായ സേർ ആർലാനെക്കുറിച്ചുള്ള ഓരോ ഓർമ്മകളും അയാൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചു. എന്നാൽ അവരുടെയെല്ലാം മുഖത്തെ ശൂന്യമായ ഭാവവും അർത്ഥമില്ലാത്ത മൗനവും ഡങ്കിന്റെ ഹൃദയത്തിൽ ഓരോ തവണയും ആഴത്തിലുള്ള മുറിവുകൾ സൃഷ്ടിച്ചു. ആരും ആ പഴയ നൈറ്റിനെ ഓർക്കുന്നില്ല എന്ന സത്യം ഒരു തണുത്ത കാറ്റുപോലെ അയാളെ പൊതിഞ്ഞു. ഇതെല്ലാം കണ്ടുകൊണ്ട് അയാൾക്കൊപ്പം നടന്നിരുന്ന എഗ്ഗിന്റെ കണ്ണുകളിലും കടുത്ത നിരാശ നിഴലിച്ചിരുന്നു. അദ്ദേഹം ഒരു മോശം നൈറ്റായിരുന്നിരിക്കണം. ആരും അദ്ദേഹത്തെ ഓർക്കുന്നില്ലെങ്കിൽ അദ്ദേഹം ഒരു നല്ല നൈറ്റാകാൻ യാതൊരു വഴിയുമില്ല എന്ന് എഗ്ഗ് പറഞ്ഞു. ഓരോ പ്രഭുക്കന്മാരും തന്റെ ഗുരുവിനെ ഓർക്കുന്നില്ല എന്ന് പറയുമ്പോൾ സേർ ആർലാൻ വീണ്ടും വീണ്ടും മരിക്കുന്നത് നേരിട്ട് കാണുന്നതുപോലുള്ള ഒരു കഠിനമായ വേദനയാണ് ഡങ്ക് അനുഭവിക്കുന്നതെന്ന് എഗ്ഗിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ആ ഭാരത്തിൽ നിന്ന് രക്ഷ നേടാൻ മത്സരരംഗത്തുള്ള ആരെയെങ്കിലും വെല്ലുവിളിക്കാൻ എഗ്ഗ് തന്റെ സുഹൃത്തിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ ആ വലിയ മനുഷ്യന്റെ കണ്ണുകളിലെ ദൃഢനിശ്ചയത്തിന് യാതൊരു മാറ്റവുമുണ്ടായിരുന്നില്ല. തന്റെ ചുറ്റുമുള്ളവരോട് അയാളൊന്നും പറഞ്ഞില്ലെങ്കിലും തന്റെ പഴയ ഗുരുവിനെ ഓർക്കുന്ന ഒരാളെയെങ്കിലും കണ്ടെത്തും എന്ന ഉറച്ച തീരുമാനത്തിൽ അയാൾ വീണ്ടും തന്റെ ലക്ഷ്യത്തിലേക്ക് നീങ്ങി. ദൂരെ നിന്നും നടന്നടുക്കുന്ന ടാർഗറിയൻ പ്രഭുക്കന്മാരെ കണ്ടപ്പോൾ എഗ്ഗിന്റെ കണ്ണുകളിൽ ഭയം നിറഞ്ഞു. കുതിരകളുടെ കുളമ്പടികളും പടച്ചട്ടകളുടെ കിരികിരിപ്പും ആ അന്തരീക്ഷത്തിൽ പ്രതിധ്വനിച്ചു. ജീവനുള്ള ഒരൊറ്റ ഡ്രാഗൺ പോലുമില്ലാത്ത കാലമാണെങ്കിലും ആ രാജകീയ വംശത്തിന്റെ സാന്നിധ്യം തന്നെ ആ കൊച്ചുകുട്ടിയുടെ നെഞ്ചിടിപ്പ് വർദ്ധിപ്പിച്ചു. നമുക്ക് കൂടാരത്തിലേക്ക് തിരികെ പോകാം എന്ന് പതറുന്ന ശബ്ദത്തിൽ എഗ്ഗ് പറഞ്ഞു. എന്നാൽ ഡങ്കിന്റെ മനസ്സിൽ മറ്റൊരു ചിന്തയായിരുന്നു. അയാളുടെ ഉള്ളിൽ ഒരു പുതിയ പ്രതീക്ഷ ജനിച്ചു. ടാർഗറിയൻ പ്രഭുക്കന്മാരോട് സഹായം ചോദിക്കാൻ തന്നെ അയാൾ തീരുമാനിച്ചു. ഒരു നിമിഷത്തെ മൗനത്തിനുശേഷം ധൈര്യം സംഭരിച്ച് അയാൾ മുൻപോട്ടോടി. ആ രാജകീയ സംഘത്തിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ ഡങ്കിന്റെ ശ്വാസം വിലങ്ങി. ഇരുമ്പു സിംഹാസനത്തിന്റെ അടുത്ത അവകാശിയായ പ്രിൻസ് ബേലോർ ബ്രേക്സ്പിയർ ടാർഗറിയൻ എന്ന മഹാനായ മനുഷ്യന്റെ കണ്ണുകളിലെ ഗാംഭീര്യം അയാളെ ഭയപ്പെടുത്തി. അദ്ദേഹത്തിന് തൊട്ടുപിറകിലായി ഇളയ സഹോദരനായ പ്രിൻസ് മൈക്കർ ടാർഗറിയൻ കനത്ത കാൽവയ്പുകളോടെ നിന്നിരുന്നു. പെട്ടെന്നാണ് കനത്ത കാലൊച്ചകളോടെ തന്റെ കുതിരയെയും വലിച്ചുപിടിച്ച് ഏരിയൻ അവിടേക്ക് വന്നത്. ആ രാജകീയ വസ്ത്രങ്ങളുടെ കിരികിരിപ്പും അയാളുടെ കണ്ണുകളിലെ തിളങ്ങുന്ന അഹങ്കാരവും വളരെ വ്യക്തമായിരുന്നു. ഇരുളിൽ നിൽക്കുന്ന വലിയ മനുഷ്യനെ കണ്ടപ്പോൾ അയാളെ വെറുമൊരു കുതിരക്കാരനായി തെറ്റിദ്ധരിച്ചുകൊണ്ട് തികഞ്ഞ പുച്ഛത്തോടെ ഏരിയൻ സംസാരിച്ചു തുടങ്ങി. കുതിരകളെ നോക്കാൻ മാത്രം ബുദ്ധിയില്ലേ? എങ്കിൽ എനിക്ക് കുടിക്കാൻ കുറച്ചു വൈനും ഒപ്പം ഒരു സുന്ദരിയായ പെണ്ണിനെയും കൊണ്ടുവരിക എന്ന് ഏരിയൻ പറഞ്ഞു. ആ വാക്കുകൾ കേട്ടപ്പോൾ ഡങ്കിന്റെ ഹൃദയമിടിപ്പ് നിന്നുപോകുന്നതുപോലെ അയാൾക്ക് തോന്നി. അയാളുടെ കൈപ്പത്തികൾ വിയർത്തുമുറുകി. ഞാൻ വെറുമൊരു ജോലിക്കാരനല്ല, മറിച്ചൊരു നൈറ്റാണെന്ന് വളരെ പണിപ്പെട്ട് തന്റെ വിറയ്ക്കുന്ന ശബ്ദം നിയന്ത്രിച്ച് ഡങ്ക് പറഞ്ഞു. അതുകേട്ട് ഒരു നിമിഷം ആഴത്തിലുള്ള മൗനം അവിടെ തളം കെട്ടിനിന്നു. അതിനുശേഷം നൈറ്റ് പദവി വളരെ കഷ്ടകാലത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോകുന്നത് എന്ന് ഒരു കൊടിയ പരിഹാസത്തോടെ ഏരിയൻ പറഞ്ഞു. ആ നിന്ദ നിറഞ്ഞ വാക്കുകൾ സൃഷ്ടിച്ച കനത്ത അപമാനഭാരം ഡങ്കിന്റെ നെഞ്ചിൽ വലിയൊരു ഇരുമ്പുകഷ്ണം പോലെ അമർന്നു. പെട്ടെന്നാണ് യാതൊരു പ്രകോപനവുമില്ലാതെ ഏരിയന്റെ കുതിര ഭയന്നു വിരണ്ടത്. അതിന്റെ കുളമ്പുകൾ കല്ലുകളിൽ ആഞ്ഞിടിക്കുന്ന ശബ്ദവും ഭയപ്പെടുത്തുന്ന ചിനക്കലും ആ അന്തരീക്ഷത്തെയാകെ നടുക്കി. ഒരു നിമിഷം പോലും ചിന്തിച്ചു നിൽക്കാതെ ഡങ്ക് ആ വലിയ മൃഗത്തിന്റെ അടുത്തേക്ക് ഓടി. തന്റെ പരുക്കൻ കൈകൾ കൊണ്ട് ആ കുതിരയുടെ കഴുത്തിൽ മൃദുവായി തലോടിക്കൊണ്ട് അയാൾ അതിനെ ശാന്തമാക്കി. വളരെ ശ്രദ്ധയോടെ ആ കുതിരയുടെ കടിഞ്ഞാണിൽ പിടിച്ച് ലായത്തിന്റെ സുരക്ഷിതത്വത്തിലേക്ക് അയാൾ നടന്നുകയറി. കുതിരലായത്തിലെ പുകനിറഞ്ഞ മങ്ങിയ വെളിച്ചത്തിൽ വലിയ ഇരുമ്പ് പടച്ചട്ടകൾ കൂട്ടിമുട്ടുന്ന കനത്ത ശബ്ദം കേട്ടാണ് കുതിരയെ കെട്ടുകയായിരുന്ന ഡങ്ക് പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയത്. തണുത്ത കൽത്തറയിൽ അവരുടെ ബൂട്ടുകൾ പതിക്കുന്ന ശബ്ദം,
ആ ചെറിയ ഇടത്തിൽ മുഴങ്ങിക്കേട്ടു. അവിടെ രാജാവിന്റെ വിശ്വസ്തരായ 2 അംഗരക്ഷകർ നിൽക്കുന്നുണ്ടായിരുന്നു. അഹങ്കാരം നിറഞ്ഞ മുഖമുള്ള സർ റോളാൻഡ് ക്രേഗ്ഹാളും ഒപ്പം അല്പം ശാന്തനായ സർ ഡോണൽ ഓഫ് ഡസ്കൻഡേലും. അവർ അത്ര നല്ല രീതിയിലല്ല പെരുമാറിയത്, പ്രത്യേകിച്ച് റോളാൻഡിന്റെ നോട്ടത്തിൽ കടുത്ത അവജ്ഞ നിറഞ്ഞു നിന്നിരുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ മലമൂത്ര വിസർജനം നടത്തുന്നതിനായി അനുയോജ്യമായ ഒരു സ്ഥലം അന്വേഷിച്ച് റോളാൻഡ് കനത്ത കാൽവയ്പ്പുകളോടെ അവിടെ നിന്നും പുറത്തേക്ക് പോയി. അയാളുടെ കാലൊച്ചുകൾ അകന്നുപോയതിനുശേഷം ലായത്തിൽ അവശേഷിച്ച കനത്ത നിശബ്ദതയിൽ വിയർപ്പുറ്റുന്ന മുഖത്തോടെ നിന്ന ഡങ്കിനോടടുത്തു വന്നുകൊണ്ട് ഡോണൽ സംസാരിക്കാൻ തുടങ്ങി. താനും വളരെ താഴേക്കിടയിലുള്ള ദരിദ്രമായൊരു ചുറ്റുപാടിൽ നിന്നാണ് വന്നതെന്ന് വളരെ മൃദുവായ ശബ്ദത്തിൽ ഡോണൽ പറഞ്ഞു. തന്റെ കുടുംബം തലമുറകളായി ഞണ്ടുകളെ പിടിക്കുന്നവരായിരുന്നു എന്ന സത്യം വെളിപ്പെടുത്തിയപ്പോൾ അയാളുടെ ശബ്ദത്തിൽ ഒരു നേരിയ വിറയലുണ്ടായിരുന്നു. അങ്ങനെയൊരു പശ്ചാത്തലത്തിൽ നിന്നും നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും ഉന്നതമായ രാജാവിന്റെ അംഗരക്ഷകരുടെ നിരയിലെത്തിയത് എന്ന് അതിശയത്തോടെയും ഒപ്പം ബഹുമാനത്തോടെയും ഡങ്ക് ചോദിച്ചു. ഞങ്ങൾ എങ്ങനെയാണോ അന്ന് ഞണ്ടുപിടുത്തക്കാരായത്, കൃത്യമായി അതേ രീതിയിൽ തന്നെ എന്ന് വളരെ അർത്ഥഗർഭമായ ഒരു നോട്ടത്തോടെ ഡോണൽ പറഞ്ഞു. ഡങ്കിന്റെ മനസ്സിൽ വലിയൊരു ആശയക്കുഴപ്പത്തിന്റെ തിരമാലകൾ അലയടിച്ചു. ആ വാക്കുകളുടെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് കണ്ടെത്താൻ അയാൾ തന്റെ ഉള്ളിലേക്ക് തന്നെ നോക്കി. ഒരുപക്ഷെ തന്റെ കുടുംബത്തിന്റെ പാരമ്പര്യം പിന്തുടർന്നതുപോലെ തന്നെയാകാം അയാൾ ഈ പദവിയിലും എത്തിയത് എന്ന് ഡങ്കിന്റെ മനസ്സ് മന്ത്രിച്ചു. കനത്ത മരവാതിൽ നേരിയൊരു ശബ്ദത്തോടെ തുറന്നുകിടക്കുന്നത് കണ്ടപ്പോൾ ഡങ്കിന്റെ ഹൃദയം വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി. ഇരുണ്ട ഇടനാഴികളിലെ പന്തങ്ങളുടെ വെളിച്ചത്തിൽ ചുമരുകളിലെ വലിയ നിഴലുകൾ നൃത്തം വയ്ക്കുന്നതുപോലെ അയാൾക്ക് തോന്നി. തണുത്ത കൽത്തറയിലൂടെ ഓരോ കാൽവയ്പും വളരെ സൂക്ഷിച്ചുകൊണ്ട് ശബ്ദമുണ്ടാക്കാതെ അയാൾ ഉള്ളിലേക്ക് കടന്നു. വലിയ മുറിക്കുള്ളിൽ നിന്നും ടാർഗറിയൻ പ്രഭുക്കന്മാരുടെ കനത്ത ശബ്ദം ഒരു ഡ്രാഗന്റെ ഗർജനം പോലെ പുറത്തേക്ക് ഒഴുകിവരുന്നുണ്ടായിരുന്നു. മത്സരിക്കാൻ ഉത്തരവിട്ടിട്ടും അതനുസരിക്കാതെ എങ്ങോട്ടോ പോയ ഡെറോണിനെക്കുറിച്ചും മറ്റൊരു മകനെക്കുറിച്ചും മാപ്പില്ലാത്ത ദേഷ്യത്തിൽ മേഗർ സംസാരിക്കുന്നത് ഇരുട്ടിൽ മറഞ്ഞു നിന്നുകൊണ്ട് ഡങ്ക് ശ്വാസമടക്കി കേട്ടു. പെട്ടെന്നാണ് പുറകിൽ നിന്നും ഒരു ചെറിയ അനക്കം അയാളുടെ ചെവികളിൽ പതിച്ചത്. തിരിഞ്ഞു നോക്കിയപ്പോൾ കനത്ത ഇരുട്ടിൽ ആഷ്ഫോർഡിന്റെ പ്രഭുവിന്റെ മകളായ ഗ്വിൻ അയാളെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ആൺകുട്ടികൾ 2 പേരും മരിച്ചിട്ടുണ്ടാകും എന്ന തന്റെ രഹസ്യചിന്ത അവൾ വളരെ ആവേശത്തോടെ അവനോട് പറഞ്ഞു. ഇതിലും ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഒരു വല്ലാത്ത നിഗൂഢതയോടെ അവൾ പറഞ്ഞു. നീ വളരെ വലുതാണ്, ഒപ്പം ഒരു വിഡ്ഢിയുമെന്ന് അവൾ വീണ്ടും പറഞ്ഞു. യാതൊരു പ്രതീക്ഷയുമില്ലാത്ത ആ നിമിഷത്തിൽ പെട്ടെന്നവൾ ഡങ്കിന്റെ തോളിൽ ചുരുട്ടിയ കൈകൊണ്ട് ഒരിടിയിടിച്ചിട്ട് ആ ഇരുണ്ട ഇടനാഴിയിലൂടെ വേഗത്തിൽ ഓടി. എന്നാൽ ഇരുട്ടിൽ ഒളിച്ചു നിൽക്കാൻ ശ്രമിച്ചിട്ടും ഡങ്കിന്റെ വലിയ ശരീരപ്രകൃതി കാരണം മുറിക്കുള്ളിലെ പ്രകാശത്തിൽ അയാൾ പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കപ്പെട്ടു. ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്ന മൈക്കറിന്റെ കണ്ണുകൾ അയാളുടെ മേൽ പതിച്ചു. ആ ചോദ്യം ആ മുറിയുടെ കൽച്ചുവരുകളിൽ തട്ടി പ്രതിധ്വനിച്ചപ്പോൾ ഡങ്കിന്റെ തൊണ്ട വരണ്ടു. എന്നാൽ സിംഹാസനത്തിന്റെ അവകാശിയായ ബെയ്ലോർ വളരെ ശാന്തനായി അയാളെ നോക്കി സംസാരിക്കാൻ അനുവദിച്ചു. വിയർപ്പിൽ കുതിർന്ന കൈകൾ മുറുകെ പിടിച്ചുകൊണ്ട് മത്സരത്തിൽ പങ്കെടുക്കാൻ തന്നെ അനുവദിക്കണമെന്ന് ഡങ്ക് യാചിച്ചു. അയാളുടെ ആഗ്രഹത്തെ പരീക്ഷിക്കാൻ വേണ്ടി വളരെ മുൻപ് സർ ആർലാൻ ഒരു ടൂർണമെന്റിൽ നേരിട്ട ദ ഗ്രേ ലയന്റെ യഥാർത്ഥ പേരെന്താണെന്ന് ബലർ ചോദിച്ചു. ആ വലിയ മുറിയിലെ മൗനത്തിൽ തന്റെ പഴയ ഗുരുവിന്റെ ഓർമ്മകൾ ഡങ്കിന്റെ മനസ്സിലേക്ക് കടന്നുവന്നു. അയാൾ ആ പേര് കൃത്യമായി ഓർത്തെടുത്തു. മൈക്കറിന്റെ മുഖത്ത് അപ്പോഴും കടുത്ത ആശയക്കുഴപ്പവും ദേഷ്യവും നിഴലിച്ചു നിന്നിരുന്നു. താൻ സർ ആർലാനിനെ നേരിട്ടിട്ടുണ്ടെന്നും 4 കുന്തങ്ങൾ തകർത്തതിനുശേഷം അദ്ദേഹത്തെ കുതിരപ്പുറത്തുനിന്നും താഴെയിട്ടുവെന്നും ബെയ്ലോർ പറഞ്ഞു. എന്നാൽ പെട്ടെന്ന് തന്നെ തന്റെ ഗുരുവിനോടുള്ള ആദരവ് കാരണം 4 അല്ല 7 കുന്തങ്ങൾ എന്ന് ഡങ്ക് തിരുത്തി പറഞ്ഞു. ആ വലിയ മനുഷ്യർക്ക് മുന്നിൽ താൻ ചെയ്ത അബദ്ധം മനസ്സിലാക്കി അയാൾ പെട്ടെന്ന് തന്നെ തലകുനിച്ച് സമ്മതിച്ചെങ്കിലും തന്റെ ഗുരുവിനോടുള്ള അയാളുടെ ആഴത്തിലുള്ള സ്നേഹം ആ മൗനത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. ഒടുവിൽ ഡങ്കിന്റെ അപേക്ഷ പരിഗണിച്ച് ബലർ അയാൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാനുള്ള അനുവാദം നൽകി. എന്നാൽ മൈക്കറിന്റെ കണ്ണുകളിലെ കോപം അപ്പോഴും കെട്ടടങ്ങിയിരുന്നില്ല. ഇവിടെ നിന്നും പുറത്തുപോകാൻ അയാൾ ദേഷ്യത്തോടെ ഡങ്കിനോട് പറഞ്ഞു. തന്റെ സഹോദരൻ അവന്റെ മക്കളെക്കുറിച്ചുള്ള കടുത്ത ആശങ്കയിലാണെന്ന് വളരെ മൃദുവായ ശബ്ദത്തിൽ ബലർ പറഞ്ഞു. ആ മക്കൾ മരിച്ച നിലയിൽ കണ്ടെത്തപ്പെടില്ല എന്ന് താൻ വിശ്വസിക്കുന്നുവെന്ന് ഡങ്ക് തികച്ചും അപ്രതീക്ഷിതമായി പറഞ്ഞു. ഈ വാക്കുകൾ കേട്ടയുടനെ ആ നിമിഷം തന്നെ അയാളെ കൊല്ലാനുള്ള ദേഷ്യത്തോടെ മേഗർ നോക്കി. ആ വലിയ മുറിയിലെ നിശബ്ദത കൂടുതൽ ഭാരമുള്ളതായി തീർന്നു. എന്നാൽ മത്സരത്തിൽ പങ്കെടുക്കുന്നതിനു മുൻപായി താൻ സർ ആർലാനിന്റെ രക്തത്തിൽ ജനിച്ചവനല്ലാത്തതിനാൽ സ്വന്തമായൊരു അടയാളം കണ്ടെത്തേണ്ടതുണ്ടെന്ന വലിയൊരു വെല്ലുവിളി കൂടി അയാൾക്ക് മുൻപിലുണ്ടായിരുന്നു. തന്റെ വലിയ ഹൃദയത്തിൽ നിറഞ്ഞ നന്ദിയോടെ അവരോട് യാത്ര പറഞ്ഞ് പുറത്തേക്ക് തിരിഞ്ഞ ഡങ്ക് ആ ആശയക്കുഴപ്പത്തിൽ വാതിലിനു പകരം തെറ്റായ ദിശയിലേക്ക് നടന്നുപോയത് ആ കനത്ത അന്തരീക്ഷത്തിലും ഒരു ചെറിയ വിഡ്ഢിത്തമായി മാറി. അയാളുടെ വലിയ കാൽവയ്പുകൾ ചെന്നവസാനിച്ചത് ആ തണുത്ത മൈതാനത്ത് വെളിച്ചം വിതറുന്ന ടാൻസലിന്റെ പാവക്കുത്തുവേദിയുടെ മുന്നിലായിരുന്നു. വേദിയിൽ ഫ്ലോറിയൻ ദ ഫൂളിനെക്കുറിച്ചുള്ള ഒരു ചെറിയ നാടകം അരങ്ങേറുകയായിരുന്നു. അവിടെ മരപ്പാവകൾ കൂട്ടിമുട്ടുമ്പോഴുണ്ടാകുന്ന നേരിയ ശബ്ദങ്ങൾ ആ നിശബ്ദതയെ കീറിമുറിച്ചു. സ്ത്രീകളുടെ കാര്യത്തിൽ എല്ലാ പുരുഷന്മാരും വിഡ്ഢികളാണ്, ഒപ്പം എല്ലാ പുരുഷന്മാരും നൈറ്റുകളുമാണ് എന്ന് ആ നാടകത്തിലെ ഒരു കഥാപാത്രം വളരെ അർത്ഥഗർഭമായി പറഞ്ഞു. ആ വാക്കുകൾ കേട്ടപ്പോൾ ഡങ്കിന്റെ ഹൃദയമിടിപ്പ് വേഗത്തിലായി. മെഴുകുതിരി വെളിച്ചത്തിൽ തിളങ്ങുന്ന ടാൻസലിന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ അയാളുടെ ശ്വാസം വിലങ്ങുന്നതുപോലെ തോന്നി.
അവളോടുള്ള വല്ലാത്തൊരു ആകർഷണം ആ വലിയ മനുഷ്യനെ നിശബ്ദനാക്കി. അതേസമയം മെഴുകുതിരി നാളങ്ങളിലേക്ക് പൂമ്പൊടി വിതറി അവർ സൃഷ്ടിച്ച അത്ഭുതകരമായ തീജ്വാലകൾ കണ്ടപ്പോൾ, തീപ്പൊരികൾ വായുവിൽ നൃത്തം വെച്ചണയുന്ന ആ നിമിഷത്തിൽ തനിക്ക് പുതിയതായി ഒരു അടയാളം വരച്ചു നൽകാൻ കഴിയുമോ എന്ന് വളരെ പതുക്കെ ഒരു നേരിയ വിറയലോടെ അവളോട് ചോദിച്ചു. ആകാശത്ത് തിളങ്ങി നിൽക്കുന്ന ഒരു വാൽനക്ഷത്രത്തിന് താഴെ നിൽക്കുന്ന ഒരു വലിയ എൽമു മരം അവർ അടയാളമായി തിരഞ്ഞെടുത്തു. ആ തീരുമാനത്തിൽ ഇരുവരുടെയും ചുണ്ടുകളിൽ ഒരു ചെറിയ ചിരി വിടർന്നു. കുട്ടിക്കാലത്ത് എല്ലാവരും തന്നെ ടൻസെൽ ടൂ ടോൾ എന്നാണ് വിളിച്ചിരുന്നതെന്ന് തന്റെ പഴയകാല ഓർമ്മകളുടെ ചെറിയൊരു ഭാരത്തോടെ അവൾ മന്ത്രിച്ചു പറഞ്ഞു. അത് കേട്ടപ്പോൾ ഡങ്കിന്റെ കണ്ണുകളിൽ വല്ലാത്തൊരു വാത്സല്യം നിറഞ്ഞു. നിങ്ങൾ അത്ര വലിയവളൊന്നുമല്ല, നിങ്ങൾ കൃത്യമായി അനുയോജ്യയാണ് എന്ന് തന്റെ ഉള്ളിലെ പ്രണയം മറച്ചുവെക്കാൻ പാടുപെട്ടുകൊണ്ട് അയാൾ പകുതിയിൽ നിർത്തി പറഞ്ഞു. പ്രണയത്തിന്റെ തികച്ചും അപരിചിതമായ ഭാരം ഹൃദയത്തിൽ പേറിക്കൊണ്ട് വലിയവനായ ഡങ്ക് തന്റെ ചെറിയ സഹായിയായ എഗ്ഗിനോട് ഉപദേശം തേടി. താൻ ടൻസലിനോട് സംസാരിച്ച കാര്യങ്ങൾ എത്രത്തോളം വഷളാക്കി എന്നോർത്ത് അയാളുടെ വലിയ മുഖത്ത് കനത്ത നിരാശ നിഴലിച്ചിരുന്നു. ഈ കൂട്ടുകെട്ടിൽ യഥാർത്ഥത്തിൽ ഒരു മുതിർന്ന മനുഷ്യനെപ്പോലെ പെരുമാറുന്ന എഗ്ഗ് ആ തീപ്പൊരികൾ വായുവിൽ പറക്കുന്നത് നോക്കിക്കൊണ്ട് വളരെ പക്വതയോടെ മറുപടി പറഞ്ഞു. അവർ രണ്ടുപേരും വളരെ ഉയരമുള്ളവരാണെന്നുള്ളത് വലിയൊരു അനുകൂല ഘടകമാണെന്ന് എഗ്ഗ് പറഞ്ഞു. എന്നാൽ ആ വാക്കുകൾ പറഞ്ഞതിനുശേഷം തന്റെ ചെറിയ കൈകളിലേക്കും മെലിഞ്ഞ കാലുകളിലേക്കും നോക്കിയപ്പോൾ ആ കൊച്ചുകുട്ടിയുടെ മുഖത്ത് വല്ലാത്തൊരു സങ്കടം ഇരുണ്ടുകൂടി. ഭാവിയിലൊരു നൈറ്റാകാൻ താൻ തീരെ ചെറിയവനാണോ എന്ന കടുത്ത ആശങ്ക ആ തണുത്ത കാറ്റിൽ അവന്റെ ചുണ്ടുകളിൽ ഒരു നെടുവീർപ്പായി മാറി. ആ സങ്കടം കണ്ടപ്പോൾ ആളുകൾ എപ്പോഴും തന്നെ ഒരു വിഡ്ഢിയാണെന്നാണ് കരുതുന്നത് എന്ന് ഡങ്ക് വളരെ പതുക്കെ പറഞ്ഞു. ആ വാക്കുകൾക്ക് ശേഷം അവിടെ കനത്ത ഒരു നിശബ്ദത തളംകെട്ടിനിന്നു. വിഡ്ഢിയെന്ന് മറ്റുള്ളവർ വിളിക്കുമ്പോൾ താൻ അതിനെ എങ്ങനെ നേരിടുന്നു എന്നതിനെക്കുറിച്ചുള്ള വലിയൊരു ഉപദേശം ഡങ്കിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന് കരുതി എഗ് പ്രതീക്ഷയോടെ കാത്തിരുന്നു. എന്നാൽ വിറയ്ക്കുന്ന തീനാളങ്ങളുടെ വെളിച്ചത്തിൽ യാതൊരു ചിന്തയുമില്ലാതെ ശൂന്യമായ മനസ്സോടെയിരിക്കുന്ന ഡങ്കിനെയാണ് അവൻ കണ്ടത്. താനിപ്പോൾ എന്താണ് പറഞ്ഞതെന്നുപോലും ഓർമ്മയില്ലാത്തതുപോലെ ആ വലിയ മനുഷ്യൻ വെറുതെയിരുന്നു. എന്നെ സഹായിക്കാനല്ലേ നിങ്ങൾ ശ്രമിക്കുന്നത് എന്ന് കടുത്ത ആശയക്കുഴപ്പത്തോടെയും ചെറിയൊരു ദേഷ്യത്തോടെയും എഗ്ഗ് ചോദിച്ചു. നിന്നെ എന്തിനു സഹായിക്കാൻ, വളരാനാണോ എന്ന് തികഞ്ഞ അന്ധാളിപ്പോടെ ഡങ്ക് ചോദിച്ചു. ആ കനത്ത മൗനത്തെയും സംഭാഷണത്തെയും കീറിമുറിച്ചുകൊണ്ട് പെട്ടെന്നാണ് ലയണൽ ബാരത്തിയോൺ അവിടേക്ക് ഓടിവന്നത്. മദ്യത്തിന്റെ രൂക്ഷഗന്ധവും വലിയ ശബ്ദവുമുള്ള ആ പ്രഭു അവരെ പെട്ടെന്ന് തന്നെ ഒരു വടംവലി മത്സരത്തിലേക്ക് വലിച്ചിഴച്ചു. പരുക്കൻ കയറിന്റെ ഒരറ്റം മുൻപിലായി എഗ്ഗിന്റെ ചെറിയ കൈകളിൽ ഏൽപ്പിച്ചപ്പോൾ വടത്തിന്റെ ഏറ്റവും അവസാനമായി കനത്ത കാൽവയ്പ്പുകളോടെ ഡങ്ക് നിലയുറപ്പിച്ചു. ആ വലിയ മൈതാനത്തെ ആവേശഭരിതമായ ശബ്ദങ്ങൾക്കിടയിൽ വടംവലിയുടെ ഏറ്റവും നിർണായകമായ നിമിഷത്തിൽ തന്റെ വലിയ കൈകളിലെ കയറ് അവരെ ഏൽപ്പിച്ചിട്ട് മദ്യം കുടിക്കാൻ വേണ്ടി ലയണൽ ബാരത്തിയൻ അവിടെ നിന്നും മാറിപ്പോയി. ഒടുവിൽ കനത്ത ശ്വാസമെടുത്ത് ചെളി നിറഞ്ഞ മണ്ണിൽ കാലുറപ്പിച്ചു നിന്ന് തന്റെ സർവ്വശക്തിയുമെടുത്ത് ആ വടം വലിച്ചുകൊണ്ട് ഡങ്ക് ആ മത്സരത്തിൽ വിജയം നേടി. ശരീരവലുപ്പം വളരെ പ്രധാനപ്പെട്ടതാണെന്ന സത്യം ആ വലിയ മൈതാനത്ത് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടു. രാത്രിയുടെ കനത്ത അന്ധകാരം ക്യാമ്പിനു മുകളിൽ ഒരു വലിയ പുതപ്പുപോലെ വീണുകിടക്കുകയായിരുന്നു. തണുത്ത കാറ്റിൽ തീപ്പന്തങ്ങൾ വല്ലാതെ വിറച്ചുകൊണ്ടിരുന്നു. ആ മങ്ങിയ വെളിച്ചത്തിൽ ക്യാമ്പിലൂടെ ലക്ഷ്യമില്ലാതെ നടക്കുമ്പോൾ പുകനിറഞ്ഞ ഒരു ചെറിയ കൂടാരത്തിനു മുന്നിൽ തീച്ചൂളയിലെ ചുവന്ന വെളിച്ചത്തിൽ വിയർത്തു കുളിച്ചു നിൽക്കുന്ന സ്റ്റീലി പേറ്റിനെ അയാൾ കണ്ടു. തന്റെ പഴയ പടച്ചട്ടയ്ക്ക് പകരം പുതിയതൊന്നു വാങ്ങാനായി അയാൾ ആയുധപുരക്കാരനുമായി സംസാരിക്കാൻ തുടങ്ങി. എന്നാൽ പുതിയ പടച്ചട്ടയ്ക്ക് 800 നാണയങ്ങൾ വേണമെന്ന് ദൃഢമായ ശബ്ദത്തിൽ സ്റ്റീലി പേറ്റ് പറഞ്ഞു. ആ തുക കേട്ടപ്പോൾ ഡങ്കിന്റെ ശ്വാസം ഒരു നിമിഷം നിലച്ചുപോയി. തന്റെ കയ്യിലുള്ള ശൂന്യത അയാളെ വല്ലാതെ ഭയപ്പെടുത്തി. ആ കനത്ത മൗനത്തിനൊടുവിൽ ഡങ്കിന്റെ പഴയ പടച്ചട്ട ഒരുക്കി പുതിയതൊന്നു നിർമ്മിക്കാൻ വേണ്ടി അതിനു പകരം 600 നാണയങ്ങൾ മതിയെന്ന് സ്റ്റീലി പേറ്റ് പറഞ്ഞു. വിറയ്ക്കുന്ന കൈകളോടെ തന്റെ പക്കലുണ്ടായിരുന്ന വെറും 2 നാണയങ്ങൾ അയാൾക്ക് നേരെ നീട്ടുമ്പോൾ ഡങ്കിന്റെ ഉള്ളിൽ കടുത്ത അപമാനഭാരം നിറഞ്ഞു നിന്നിരുന്നു. ബാക്കി തുകയ്ക്കായി ആയുധപ്പുരക്കാരൻ ദേഷ്യത്തോടെ നോക്കിയപ്പോൾ വേറെ യാതൊരു വഴിയുമില്ലാതെ ഭാരമുള്ള ഹൃദയത്തോടെ തന്റെ പ്രിയപ്പെട്ട 3 കുതിരകളിലൊന്നായ സ്വീറ്റ്ഫുട്ടിനെ വിൽക്കാൻ അയാൾ തീരുമാനിച്ചു. കുതിരയെ വിൽക്കുന്നതിനായി ഇരുട്ടിലൂടെ വേഗത്തിൽ ഓടിച്ചെന്ന് അതിന്റെ കഴുത്തിൽ തലോടിയപ്പോൾ ടൂർണമെന്റിൽ ജയിച്ചയുടനെ നിന്നെ ഞാൻ തിരികെ വാങ്ങും എന്ന് കണ്ണുനീരോടെ അയാൾ അവളോട് മന്ത്രിച്ചു. അതിനുശേഷം വളരെ ക്ഷീണിതനായി എഗ്ഗിന്റെ അരികിലായി വന്നിരുന്ന് മദ്യം കുടിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ ഒരു വലിയ നിശബ്ദതയുണ്ടായിരുന്നു. തന്റെ പാനീയത്തിൽ ഒരു ചത്തപ്രാണിയെ കണ്ട് അറപ്പോടെ മുഖം ചുളിച്ചുകൊണ്ട് ഇത് വളരെ മോശമാണ് എന്ന് എഗ്ഗ് പറഞ്ഞു. ആ ഇരുട്ടിലേക്ക് നോക്കിക്കൊണ്ട് ആഷ്ഫോർഡിന്റെ ചാമ്പ്യനായി 1 മണിക്കൂർ നേരത്തേക്കെങ്കിലും തന്നെ വിളിക്കാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ ഏതെങ്കിലും വലിയ പ്രഭുക്കന്മാർ തന്നെ അവരുടെ സേവനത്തിനായി സ്വീകരിച്ചേക്കാം എന്ന് ഡങ്ക് വളരെ പതുക്കെ പറഞ്ഞു. ഒരുപക്ഷെ ഹൌസ് ടാർഗറിയൻ തന്നെ സ്വീകരിച്ചേക്കാം എന്ന് അയാൾ പറഞ്ഞപ്പോൾ ആ തണുത്ത കാറ്റിലും എഗ്ഗിന്റെ മുഖത്ത് കടുത്ത ഭാവവ്യത്യാസമുണ്ടായി. ഡ്രാഗൺ വംശത്തിലുള്ളവർ സാധാരണക്കാരായ നൈറ്റുകളെ ജോലിക്ക് വെക്കാറില്ല എന്ന് അവൻ വളരെ ദേഷ്യത്തോടെ പറഞ്ഞു. അപ്പോൾ രാജാവിന്റെ അംഗരക്ഷകനായ സേർ ഡോണലിന്റെ കാര്യം ഡങ്ക് ഓർമ്മിപ്പിച്ചപ്പോൾ തികഞ്ഞ പുച്ഛത്തോടെ ആ കൊച്ചുകുട്ടി സത്യം വെളിപ്പെടുത്തി. സേർ ഡോണലിന്റെ അച്ഛനാണ് വെസ്റ്ററോസിലെ പകുതിയോളം ഞണ്ടുപിടുത്ത കപ്പലുകളുടെയും ഉടമസ്ഥൻ എന്ന് എഗ്ഗ് പറഞ്ഞു. ദരിദ്രനാണെന്ന് പറഞ്ഞ ആ മനുഷ്യന്റെ യഥാർത്ഥ മുഖം മനസ്സിലായപ്പോൾ ഡങ്കിന്റെ വലിയ ഹൃദയത്തിൽ കടുത്ത നിരാശയും ശൂന്യതയും ഒരുപോലെ നിറഞ്ഞു. മത്സരത്തിന്റെ ആവേശകരമായ പ്രഖ്യാപനം മുഴങ്ങിയപ്പോൾ ആ വലിയ മൈതാനത്തെ കാറ്റ് പെട്ടെന്ന് നിശ്ചലമായതുപോലെ തോന്നി.
ജനക്കൂട്ടം ഒരു വലിയ നദി പോലെ ആവേശത്തോടെ മത്സരസ്ഥലത്തേക്ക് ഒഴുകാൻ തുടങ്ങിയപ്പോൾ അവരുടെ ആൾക്കൂട്ടത്തിനിടയിൽപ്പെട്ട് കാഴ്ചമറഞ്ഞ എഗ്ഗ് നിരാശയോടെ തന്റെ ചുറ്റും നോക്കി. ആ വലിയ മനുഷ്യരുടെ തലകൾക്ക് മുകളിലൂടെ അവനൊന്നും കാണാൻ കഴിഞ്ഞിരുന്നില്ല. അവന്റെ നിസ്സഹായത കണ്ടപ്പോൾ ഡങ്കിന്റെ വലിയ മുഖത്ത് വാത്സല്യം നിറഞ്ഞു. വളരെ പതുക്കെ കുനിഞ്ഞ് തന്റെ വലിയ പരുക്കൻ കൈകളാൽ അവനെ ഉയർത്തി സ്വന്തം തോളിലിരുത്തി. ചുറ്റും നടക്കുന്ന അത്ഭുതങ്ങൾ കണ്ട് ഡങ്കിന്റെ ശ്വാസം വിസ്മയത്തോടെ വിലങ്ങി നിന്നപ്പോൾ ഒരു വലിയ യുദ്ധഭൂമിയിലെന്ന പോലെ എഗ്ഗ് ആവേശത്താൽ ഉച്ചത്തിൽ അലറുകയായിരുന്നു. ഒരേ സമയം നിരവധി നൈറ്റുകൾ കുതിരപ്പുറത്ത് കുന്തങ്ങളുമായി പാഞ്ഞെടുക്കുന്ന ആ കാഴ്ച ആ മൈതാനത്തെയാകെ പ്രകമ്പനം കൊള്ളിച്ചു. ജനങ്ങളുടെ ആരവങ്ങൾക്കിടയിൽ ഡങ്ക് ആവേശത്തോടെ നിൽക്കുമ്പോഴും പെട്ടെന്ന് എഗ്ഗിന്റെ മുഖത്ത് എന്തോ ഒരു വല്ലാത്ത ഭയം ഇരുണ്ടുകൂടി. തന്നെ താഴെ ഇറക്കാൻ വളരെ പതറുന്ന ശബ്ദത്തിൽ അവൻ ചോദിച്ചു. തുടർന്ന് ആ വലിയ മൈതാനത്ത് കുതിരകളുടെ കുളമ്പടികളും പരസ്പരം ക്രൂരമായി ആക്രമിക്കുന്ന നൈറ്റുകളുടെ പടച്ചട്ടകൾ തകരുന്ന കനത്ത ശബ്ദവും ഒരു വലിയ കൊടുങ്കാറ്റുപോലെ ആഞ്ഞടിച്ചു. ആ വലിയ ശബ്ദങ്ങൾക്കിടയിൽ ഡങ്കിന്റെ ഹൃദയമിടിപ്പ് വേഗത്തിലായി. അയാളുടെ നെഞ്ചിൽ ഭയത്തിന്റെ വലിയൊരു കല്ലമർന്നു. ഇരുണ്ട കാറ്റിൽ തന്റെ പ്രിയപ്പെട്ട സർ ആർലാനിന്റെ മൃതദേഹം ശവക്കുഴിയിലേക്ക് ഇറക്കിവെക്കുന്ന ആ പഴയ കാഴ്ച അയാളുടെ മനസ്സിലേക്ക് വന്നു. ഈ മത്സരത്തിൽ കുന്തം തറഞ്ഞുകയറി താനും മരിച്ചേക്കാം എന്ന ചിന്ത അയാളുടെ വിയർപ്പുകണങ്ങളെ കൂടുതൽ തണുപ്പിച്ചു. അതിനുശേഷം ക്യാമ്പിലെ മങ്ങിയ വെളിച്ചത്തിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ നടന്ന കാര്യങ്ങളുടെ ആവേശത്തിൽ വെസ്റ്ററോസിനെ രണ്ടായി പിളർന്ന ആ പഴയ ബ്ലാക്ക് ഫയർ ആഭ്യന്തരയുദ്ധം കളിച്ചു രസിക്കുകയായിരുന്നു എഗ്ഗ്. എന്നാൽ ഡങ്കൊരു ജീവനില്ലാത്ത പ്രതിമയെപ്പോലെ ആ തണുത്ത മണ്ണിൽ മരവിച്ചിരിക്കുകയായിരുന്നു. വലിയ നൈറ്റുകൾ എപ്പോഴെങ്കിലും വഴിയരികിലെ കുറ്റിക്കാടുകളിൽ ജീവിക്കുകയും ഒരു ചെളി നിറഞ്ഞ റോഡരികിൽ കിടന്ന് മരിക്കുകയും ചെയ്യുമോ എന്ന് ഇരുട്ടിലേക്ക് നോക്കി ശൂന്യമായ കണ്ണുകളോടെ അയാൾ ചോദിച്ചു. യഥാർത്ഥ നൈറ്റുകൾ എങ്ങനെയാണ് പോരാടുന്നതെന്ന് ആദ്യമായി നേരിട്ട് കണ്ട ആ നിമിഷം തന്റെ ഗുരുവായ സർ ആർലനെക്കുറിച്ചുള്ള അയാളുടെ എല്ലാ വിശ്വാസങ്ങളെയും തകിടം മറിച്ചിരുന്നു. തന്റെ പഴയ ഗുരുവിനെക്കുറിച്ചുള്ള മിഥ്യാധാരണകൾ മാറി അദ്ദേഹം മദ്യപിക്കുകയും സ്ത്രീകളുടെ പിന്നാലെ പോകുകയും ഒരിക്കൽ പോലും ഒരു ടൂർണമെന്റിൽ ജയിക്കാതിരിക്കുകയും ചെയ്ത ഒരു സാധാരണ മനുഷ്യനായിരുന്നുവെന്ന് അയാൾ ഇപ്പോൾ തിരിച്ചറിഞ്ഞു. എനിക്ക് യഥാർത്ഥത്തിൽ എന്ത് സാധ്യതയാണുള്ളത് എന്ന് കടുത്ത നിരാശയോടെ അയാൾ ചോദിച്ചു. എന്നാൽ ആ ഇരുണ്ട ചിന്തകൾക്കിടയിലും മറ്റൊരു സത്യം അയാളുടെ മനസ്സിൽ തെളിഞ്ഞു. അദ്ദേഹം എന്നോട് വളരെ നല്ല രീതിയിലാണ് പെരുമാറിയത് എന്ന് വിറയ്ക്കുന്ന ശബ്ദത്തിൽ അയാൾ പറഞ്ഞു. താൻ അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ അംഗമായിരുന്നില്ലെങ്കിലും സ്വന്തം ചോരയെപ്പോലെ അദ്ദേഹം തന്നെ വളർത്തിവലുതാക്കിയെന്നും മാന്യനായ ഒരു മനുഷ്യനായി ജീവിക്കാൻ പഠിപ്പിച്ചുവെന്നും അയാൾ ഓർത്തെടുത്തു. ഈ വലിയ പ്രഭുക്കന്മാർക്കൊന്നും അദ്ദേഹത്തിന്റെ പേരുപോലും ഓർമ്മയില്ല. അദ്ദേഹത്തിന്റെ പേര് സർ ആർലാൻ ഓഫ് പെന്നിട്രി എന്നായിരുന്നുവെന്ന് അഭിമാനത്തോടെ അയാൾ പറഞ്ഞു. ഞാനാണ് അദ്ദേഹത്തിന്റെ പാരമ്പര്യം. അദ്ദേഹത്തിന്റെ കൈകൾ എന്താണ് സൃഷ്ടിച്ചതെന്ന് നാളെ നാം അവർക്ക് കാണിച്ചുകൊടുക്കുമെന്ന് ഒരു ദൃഢനിശ്ചയത്തോടെ അയാൾ പറഞ്ഞു. ഇത്രയും പറഞ്ഞതിനുശേഷം ആ തണുത്ത കാറ്റിൽ ഒരു കഷ്ണമുണങ്ങിയ ഉപ്പിലിട്ട ഇറച്ചി കടിച്ചു കീറുമ്പോൾ അയാളുടെ കണ്ണുകളിൽ നാളത്തെ പോരാട്ടത്തിനായുള്ള തിളക്കമുണ്ടായിരുന്നു. എപ്പിസോഡ് അവസാനിക്കുന്നു. നൈറ്റ് ഓഫ് ദ 7 കിങ്ഡംസിന്റെ ബാക്കി എപ്പിസോഡുകൾ മിസ്സാവാതിരിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.